ഹായ് സ്റ്റുഡൻസ്, എല്ലാ +1 വിദ്യാർത്ഥികൾക്കും എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗം ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതിലെ ചാപ്റ്റർ 8 ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ അഥവാ പശ്ചാത്തല സൗകര്യങ്ങൾ. ഇതിൻ്റെ പാർട്ട് 4 ആണ് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യയിലെ ആരോഗ്യ സംവിധാനം, ഹെൽത്ത് സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കായിരുന്നു. ഇതിൽ ഇന്ത്യയിലെ ആരോഗ്യ സംവിധാനം ത്രിതല സംവിധാനമാണ് ഉള്ളത്. അതായത് പ്രൈമറി ഹെൽത്ത് കെയർ, സെക്കൻഡറി ഹെൽത്ത് കെയർ, ടേർഷ്യറി ഹെൽത്ത് കെയർ. ഓക്കെ, പ്രാഥമിക ആരോഗ്യ പരിപാലനം, ദ്വിതീയ ആരോഗ്യ പരിപാലനം, തൃതീയ ആരോഗ്യ പരിപാലനം. ഈ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അവസാനം ചർച്ച ചെയ്തത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പോയിൻ്റാണ് പൊതുമേഖലയിലെ ആരോഗ്യ പശ്ചാത്തല സൗകര്യം, പബ്ലിക് സെക്ടർ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇന്ത്യയിലെ പൊതുമേഖലയിലെ ആരോഗ്യ പശ്ചാത്തല സൗകര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ ഭാഗമായി ചർച്ച ചെയ്യുന്നത്. ഇനി ഇതിൽ പറയുന്ന കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ പരിപാലനത്തിൽ ഗവൺമെൻറ്റിന് ഒരു പ്രധാന പങ്ക് വഹിക്കാനുണ്ട്, ഒരു പ്രധാന പങ്കുണ്ട്. പൊതുജന ആരോഗ്യത്തിനായി ഗവൺമെൻറ് ഫണ്ട് നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ലൊരു തുക പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഗവൺമെൻറ് ചിലവാക്കുന്നുണ്ട്. ഓക്കെ, ഇത് ജനങ്ങളുടെ സാമൂഹിക ക്ഷേമം വർദ്ധിപ്പിക്കുന്നു. ഇത് ജനങ്ങൾക്ക് കുറേ നേട്ടങ്ങൾ കിട്ടുന്നൊരവസ്ഥയിൽ, കാരണം ഗവൺമെൻറ് പണം ചിലവാക്കുന്നത് ജനങ്ങൾക്ക് ആരോഗ്യ സംവിധാനങ്ങൾ ഫ്രീ ആയിട്ട് സൗജന്യമായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഇത് ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, ഗവൺമെൻറ് മേഖലയിൽ നിരവധി ആശുപത്രികളും ചികിത്സാ സൗകര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിൽ നല്ലൊരു പങ്ക് വഹിക്കാൻ ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു തുക ഗവൺമെൻറ് ചിലവാക്കുന്നുണ്ട്. അതിലൂടെ ജനങ്ങൾക്ക് ഈ ആരോഗ്യപരമായിട്ടുള്ള കുറേ ക്ഷേമങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് മേഖലയിൽ കുറേ ആശുപത്രികളും ചികിത്സാ സൗകര്യങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഗവൺമെൻറ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദി ഹെൽത്ത് കെയർ സിസ്റ്റം ഓഫ് our country. Government funds are invested in public health. It enhances the social welfare of the people. There are several hospitals and medical facilities in the government sector. Okay, പൊതുമേഖലയിലെ ആരോഗ്യ ചികിത്സാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച ഒരു പട്ടികയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ പട്ടിക ശ്രദ്ധിക്കുക. ഓക്കെ, ഈ പട്ടികയിൽ 1951 2014-15 വർഷങ്ങളിലെയും വിവിധ ഗവൺമെൻറ് ആരോഗ്യ സ്ഥാപനങ്ങളുടെ കണക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇപ്പം ഹോസ്പിറ്റൽസ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് 1951 2694 ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഉണ്ടായിരുന്നത്. അത് 2014-15 ആയപ്പോൾ ഇന്ത്യയിൽ 19,653 വർദ്ധിച്ചു. ഓക്കെ, ഇനി അടുത്തത് ബെഡ്സ്, ഹോസ്പിറ്റൽ ബെഡുകൾ, ഗവൺമെൻറ് മേഖലയിലുള്ള ഹോസ്പിറ്റൽ ബെഡുകൾ 1,17,000 ഹോസ്പിറ്റൽ ബെഡായിരുന്നു ഉണ്ടായിരുന്നത്. അത് 7,54,724 എണ്ണമായി വർദ്ധിച്ചു. ഓക്കെ, ഇനി ഡിസ്പെൻസറികൾ 1951 6,600 ഡിസ്പെൻസറി ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അത് 2014-15 26,325 ഡിസ്പെൻസറി ആയിട്ട് വർദ്ധിച്ചു. ഓക്കെ, ഇനി അടുത്തതാണ് PHCs എന്ന് പറഞ്ഞാൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. അത് 725 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അത് 25,308 വർദ്ധിച്ചു. ഓക്കെ, ഇനി അടുത്താണ് സബ് സെൻറ്റേഴ്സിൻ്റെ കണക്ക് 50 കണക്ക് ലഭ്യമല്ല. അത് 2014-15 53,655 എണ്ണമാണ് ഉള്ളത്.
ഓക്കെ. ഇനി അടുത്താണ് CHCs എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്. അതിൻ്റെ കണക്കും 51 കണക്കും ലഭ്യമല്ല. അത് 2014-15 5396 CHCs ആണ് നിലവിലുള്ളത്. ഓക്കെ. ഇനി അടുത്ത ഹെഡിങ് ആണ് സ്വകാര്യ മേഖലയിലെ ആരോഗ്യ പശ്ചാത്തല സൗകര്യം, പ്രൈവറ്റ് സെക്ടർ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ സ്വകാര്യ മേഖലയിലെ ആരോഗ്യ അടിസ്ഥാന സൗകര്യം അഥവാ പശ്ചാത്തല സൗകര്യം. ഓക്കെ. ഇതിൽ പറയുന്ന കാര്യം ഇന്ത്യൻ പൊതുജനാരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ ഗവൺമെൻറ് നിക്ഷേപങ്ങളുടെ അഭാവം ശക്തമായ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഓക്കെ. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഗവൺമെൻറ് ആരോഗ്യ പരിപാലനത്തിൽ സ്വകാര്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ. ഇനി സ്വകാര്യവൽക്കരണത്തെ അടിസ്ഥാനമാക്കിയുള്ള കുറച്ച് പോയിന്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ പൊതുജന ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ ഗവൺമെൻറ് മുടക്കുന്ന തുക സംവിധാനം പര്യാപ്തമല്ല. ഓക്കെ. അതുകൊണ്ട് ഗവൺമെൻറ് ഈ ആരോഗ്യ മേഖലയിൽ സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ. ഈ സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട ചില വസ്തുക്കളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ. ലാക്ക് ഓഫ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഈസ് എ സീരിയസ് പ്രോബ്ലം. Okay. To overcome this issue, the government is promoting privatization in health care. This is evident from the following facts. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന വസ്തുതകളിൽ നിന്ന് നമുക്ക് ഈ സ്വകാര്യ മേഖലയ്ക്ക് ആരോഗ്യ സംവിധാനത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് മനസ്സിലാകും. ഓക്കെ. ഇതിലെ ഫസ്റ്റ് പോയിൻ്റാണ്, ആദ്യത്തെ പോയിൻ്റാണ് ഇന്ത്യയിലെ 70% ഹോസ്പിറ്റലുകളും സ്വകാര്യ മേഖലയിലാണ്. 70% ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ആർ പ്രൈവറ്റ്ലി ഓൺഡ്. ഓക്കെ. എന്ന് പറഞ്ഞാൽ 30% ഹോസ്പിറ്റലുകൾ മാത്രമേ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളൂ. 70% ഹോസ്പിറ്റലുകളും സ്വകാര്യ മേഖലയിലാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് 40% ബെഡുകൾ സ്വകാര്യ മേഖലയിലാണ്. ഹോസ്പിറ്റൽ ബെഡുകൾ സ്വകാര്യ മേഖലയിലാണ്. 40% ഓഫ് ബെഡ്സ് ആർ ഇൻ ദി പ്രൈവറ്റ് സെക്ടർ. ഓക്കെ. അപ്പോൾ 40% ബെഡുകളും സ്വകാര്യ മേഖലയിലാണ് നിലനിൽക്കുന്നത്. ഇനി അടുത്ത് നോക്കുക, 60% ഡിസ്പെൻസറികൾ സ്വകാര്യ മേഖലയിലാണ്. എന്ന് പറഞ്ഞാൽ 40% ഡിസ്പെൻസറികൾ മാത്രമേ പൊതുമേഖലയിൽ നിലനിൽക്കുന്നുള്ളൂ. 60% ഓഫ് ഡിസ്പെൻസറീസ് ആർ ഇൻ ദി പ്രൈവറ്റ് സെക്ടർ. ഓക്കെ. ഇനി അടുത്ത പോയിൻ്റാണ് കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്വകാര്യ മേഖലയിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. മോർ മെഡിക്കൽ കോളേജസ് ആർ അലൗഡ് ഇൻ ദി പ്രൈവറ്റ് സെക്ടർ. എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ മെഡിക്കൽ കോളേജുകൾ അധികവും പൊതുമേഖലയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ മാത്രമായിരുന്നു മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് സ്വകാര്യ മേഖലയിലെ ഹോസ്പിറ്റലുകൾക്ക് കൂടി അനുവാദം നൽകിയിരിക്കുന്നു. അപ്പോൾ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്വകാര്യ മേഖലയിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ. ഇനി അടുത്ത പോയിൻ്റാണ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങൾ പൂർണ്ണമായുള്ള ആധിപത്യം സ്വകാര്യ മേഖലയിലാണ്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് കംപ്ലീറ്റ്ലി ഡോമിനേറ്റഡ് ബൈ ദി പ്രൈവറ്റ് സെക്ടർ. എന്ന് പറഞ്ഞാൽ എല്ലാ മരുന്നുണ്ടാക്കുന്ന വ്യവസായം മുഴുവനും സ്വകാര്യ മേഖലയിലാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. മരുന്നുണ്ടാക്കുന്ന ഒരു വ്യവസായം പോലും പൊതുമേഖലയിൽ നിലനിൽക്കുന്നില്ല. അപ്പം മുഴുവൻ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ആരോഗ്യ സംവിധാനത്തിൽ സ്വകാര്യ മേഖല കൂടുതൽ ആധിപത്യം പുലർത്തുന്നതായിട്ട് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. ഓക്കെ. ഇനി അടുത്ത ഹെഡിങ് ആണ് ഇന്ത്യയിലെ വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങൾ, ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ. അതിന് ഷോർട്ടായിട്ട് നമ്മൾ പറയും ISM. ഓക്കെ. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങൾ 6 എണ്ണമാണ്. അതായത് 6 ചികിത്സാ രീതിയാണ് ഇന്ത്യക്ക് പ്രധാനമായിട്ടും ഉള്ളത്. ഓക്കെ. അതിലൊന്നാണ് ആയുർവേദം, രണ്ടാമത്താണ് യോഗ, മൂന്നാമത്താണ് യുനാനി, നാലാമത്തത് സിദ്ധ, അഞ്ചാമത്തത് പ്രകൃതി ചികിത്സ, ആറാമത്തത് ഹോമിയോപ്പതി എന്നിങ്ങനെയാണ്. ഇനി ഈ ചികിത്സാ രീതിയെ
മൊത്തമായിട്ട് നമ്മളൊരു പേര് വിളിക്കും, അതാണ് ആയുഷ്. ഓക്കെ, അപ്പോൾ ആയുഷ് എന്ന രീതിയിൽ 6 ചികിത്സാ സമ്പ്രദായങ്ങളാണ് നമുക്ക് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ വൈദ്യശാസ്ത്ര സമ്പ്രദായത്തിൽ 6 ചികിത്സാ സമ്പ്രദായമാണ്, വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളാണ് ഉള്ളത്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, പ്രകൃതി ചികിത്സ, ഹോമിയോപ്പതി. അതിന് ഷോർട്ടായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ആയുഷ്. Okay, the Indian system of medicine is a combination of the 6 systems of Ayurveda, Yoga, Unani, Siddha, Naturopathy and Homeopathy. In ഷോർട്ടായിട്ട് നമ്മൾ ഇതിനെ പറയും ആയുഷ്. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് ആണ് മെഡിക്കൽ ടൂറിസം. ഇനി മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ചികിത്സയ്ക്കുള്ള ടൂറിസമാണ് മെഡിക്കൽ ടൂറിസം. അതായത് നിരവധി വിദേശികൾ വൈദ്യ ചികിത്സയ്ക്കു വേണ്ടി നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് മെഡിക്കൽ ടൂറിസം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ മെഡിക്കൽ ടൂറിസത്തിൻ്റെ വികസനത്തിൽ ഇന്ത്യൻ വൈദ്യശാസ്ത്ര സമ്പ്രദായമായ ആയുഷിന് പ്രധാന പങ്കുണ്ട്. ഓക്കെ, അതായത് ആയുഷ് ചികിത്സാരീതി 6 ചികിത്സാരീതികൾ ഉൾപ്പെട്ട ആയുഷ് ചികിത്സാരീതിക്ക് വേണ്ടിയിട്ടാണ് കുറേ വിദേശികൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഓക്കെ, മെഡിക്കൽ ടൂറിസം ഈസ് ടൂറിസം ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. Many foreigners are coming to our country for medical treatment. Ayush, the Indian medical system, plays an important role in the development of medical tourism. Okay, ഇനി അടുത്ത ഹെഡിങ് ആണ് ആരോഗ്യ വ്യവസ്ഥ ഒരു വിമർശനാത്മക വിലയിരുത്തൽ. ഹെൽത്ത് സിസ്റ്റം എ ക്രിട്ടിക്കൽ അസസ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയുടെ വിമർശനങ്ങളാണ് നമ്മളിനി എടുത്തു പറയാൻ പോകുന്നത്. അത് ഓരോ പോയിൻ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ഗ്രാമ നഗര അസമത്വം. അപ്പോൾ ആരോഗ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ അസമത്വം അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് 70% ജനങ്ങളും ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. എന്നാൽ 20% ഹോസ്പിറ്റലുകൾ മാത്രമാണ് ഗ്രാമങ്ങളിൽ ഉള്ളത്. അപ്പോൾ 70% ജനങ്ങൾ ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത്, പക്ഷേ 20% ഹോസ്പിറ്റലേ ഗ്രാമങ്ങളിലുള്ളൂ. 80% ഹോസ്പിറ്റലുകളും നഗരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ അസമത്വം. 70% ഓഫ് ദി പീപ്പിൾ live in rural areas, but only 20% hospital in the rural areas. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് 50% ഡിസ്പെൻസറികൾ മാത്രമാണ് ഗ്രാമപ്രദേശങ്ങളിലുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു 70% ജനങ്ങൾ ഗ്രാമങ്ങളിലാണ്, അവർക്ക് 50% ഡിസ്പെൻസറികളെ ഗ്രാമങ്ങളിലുള്ളൂ. ഓക്കെ, ബാക്കി 30% നഗരങ്ങളിലുള്ളൂ ജീവിക്കുന്നത്, അവർക്ക് 50% ഡിസ്പെൻസറി നഗരങ്ങളിലുമുണ്ട്. ഇതാണ് രണ്ടാമത്തെ അസമത്വം. ഓൺലി 50% ഓഫ് ഡിസ്പെൻസറീസ് ആർ ലൊക്കേറ്റഡ് ഇൻ റൂറൽ ഏരിയാസ്. 50% ഡിസ്പെൻസറികളെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റാണ് ഗ്രാമപ്രദേശങ്ങളിൽ മെഡിക്കൽ ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട്. ഷോർട്ടേജ് ഓഫ് മെഡിക്കൽ പേഴ്സണൽസ് ഇൻ റൂറൽ ഏരിയാസ്. അതായത് ഡോക്ടേഴ്സ് അടക്കമുള്ള മെഡിക്കൽ ഉദ്യോഗസ്ഥർ ഗ്രാമപ്രദേശങ്ങളിൽ ജോലി ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ ഡോക്ടർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉദ്യോഗസ്ഥരുടെ കുറവ് അനുഭവപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റാണ് റൂറൽ ഏരിയാസ്. ഗ്രാമീണ പ്രദേശങ്ങളിൽ ആശുപത്രി കിടക്കകളുടെ 11% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്രാമങ്ങളിൽ ആശുപത്രി കിടക്കകളുടെ 11% മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 89% കിടക്കകളും നഗരപ്രദേശങ്ങളിലാണ് നിലനിൽക്കുന്നത്. റൂറൽ ഏരിയാസ് ഹാവ് ഓൺലി 11% ഓഫ് ഹോസ്പിറ്റൽ ബെഡ്സ്. ഓക്കെ, ഇനി അടുത്തതായി നമ്മുടെ ആരോഗ്യ അവസ്ഥയുടെ രണ്ടാമത്തെ വിമർശനമാണ് ധനിക ദരിദ്ര അസമത്വം, റിച്ച് പുവർ ഇനീക്വാലിറ്റി. ഓക്കെ, ഇനി ഇതിൽ പറയുന്ന പോയിൻ്റാണ് ധനികർക്ക് മെച്ചപ്പെട്ട മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാണ് എന്ന് പറഞ്ഞാൽ
പാവപ്പെട്ടവർക്ക്, ദരിദ്രർക്ക് മെച്ചപ്പെട്ട മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമല്ല എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ റിച്ച് ഹാവ് ബെറ്റർ മെഡിക്കൽ ഫെസിലിറ്റീസ്. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റാണ് ദരിദ്രരായ 20% പേർ അവരുടെ വരുമാനത്തിൻ്റെ 12% ആരോഗ്യത്തിനായി ചെലവാക്കുന്നു. ഓക്കെ, എന്നാൽ സമ്പന്നരായ 20% പേർ അവരുടെ വരുമാനത്തിൻ്റെ 2% മാത്രമാണ് ആരോഗ്യത്തിനായി ചെലവാക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം തന്നെ ആരോഗ്യ ചികിത്സയിൽ, അതായത് നമ്മുടെ ചികിത്സയിൽ മെഡിക്കൽ ഫെസിലിറ്റി നൽകുന്ന കാര്യത്തിൽ സമ്പന്നരോട് അനുഭാവം കാണിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ദ പുവറസ്റ്റ് 20% spend 12% of their income on health, but the richest 20% spend only 2% of their income on health. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റാണ് ചികിത്സയ്ക്കായി പാവപ്പെട്ടവർക്ക് മതിയായ വരുമാനമില്ല എന്ന് പറഞ്ഞാൽ നല്ല ചികിത്സ കിട്ടാനുള്ള വരുമാനം പാവപ്പെട്ടവരുടെ കയ്യിൽ ഇല്ല എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ പുവർ ഡു നോട്ട് ഹാവ് ഇനഫ് ഇൻകം ഫോർ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ആരോഗ്യ അവസ്ഥയുടെ വിമർശനാത്മക വിലയിരുത്തലിൽ മൂന്നാമത്തെ പോയിൻ്റാണ് രോഗങ്ങളുടെ ഭാരം, ബർഡൻ ഓഫ് ഡിസീസ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പോയിൻ്റാണ് വർദ്ധിച്ചു വരുന്ന പകർച്ചവ്യാധികൾ. ഇന്ന് കൂടുതലായി പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്നു. ഇപ്പോൾ കൊറോണ പോലുള്ള പകർച്ചവ്യാധികളൊക്കെ നമുക്കിത് അതിൽ ഉൾപ്പെടുത്താം. ഇൻക്രീസിങ് ഇൻഫെക്ഷസ് ഡിസീസസ്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിൻ്റാണ് ക്യാൻസർ, എയ്ഡ്സ് തുടങ്ങിയവയുടെ ഭീഷണി. ട്രീറ്റ് ഓഫ് ക്യാൻസർ ആൻഡ് എയ്ഡ്സ് എന്നീ രോഗങ്ങളുടെ ഭീഷണി ഇപ്പോഴും കൂടുതലായിട്ട് നിലനിൽക്കുന്നു. നാലാമത്തെ പോയിൻ്റാണ് ജലജന്യ രോഗങ്ങൾ മൂലം കുട്ടികളുടെ മരണം. അതായത് ജലത്തിലൂടെ പല രോഗങ്ങളും പകരുന്നതിൻ്റെ ഫലമായിട്ട് കുട്ടികൾ മരിക്കപ്പെടുന്നത്, ഓക്കെ, മരണപ്പെടുന്നത്. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി ഡ്യൂ ടു വാട്ടർ ബോൺ ഡിസീസസ്. ഓക്കെ, അടുത്തൊരു പോയിൻ്റാണ് കുട്ടികളുടെയും ദരിദ്രരുടെയും പോഷകാഹാര കുറവ്. ഓക്കെ, ഇപ്പോൾ കുട്ടികളിലും ദരിദ്രയിലും പോഷകാഹാരത്തിൻ്റെ കുറവ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അടുത്തൊരു വിമർശനമായിട്ട് എടുത്തു പറയുന്നത്. മാൽ ന്യൂട്രീഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് പുവർ. ഓക്കെ, ആരോഗ്യ വ്യവസ്ഥയുടെ വിമർശനത്തിൽ അടുത്ത പോയിൻ്റാണ് സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഓഫ് പ്രൈവറ്റൈസേഷൻ. അതായത് നമ്മുടെ ആരോഗ്യ മേഖല സ്വകാര്യവൽക്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് സ്വകാര്യവൽക്കരണം സാമൂഹ്യക്ഷേമം കുറയ്ക്കുന്നു. അപ്പോൾ ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ജനങ്ങൾക്ക് കിട്ടുന്ന ക്ഷേമത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. പ്രൈവറ്റൈസേഷൻ റെഡ്യൂസസ് സോഷ്യൽ വെൽഫെയർ. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റാണ് സ്വകാര്യ മേഖലയിലെ മെഡിക്കൽ സൗകര്യങ്ങൾ സമ്പന്നർക്ക് മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സ്വകാര്യ മേഖലയിൽ പണം കൂടുതലാണ്, കൂടുതൽ പണം കൊടുത്താലാണ് ചികിത്സാ സൗകര്യം കിട്ടുക. അത് പാവപ്പെട്ടവർക്ക് ലഭ്യമാവുകയില്ല, അത് സമ്പന്നർക്ക് മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. മെഡിക്കൽ ഫെസിലിറ്റീസ് ഇൻ ദി പ്രൈവറ്റ് സെക്ടർ വിൽ ഓൺലി ബെനിഫിറ്റ് ദി റിച്ച്. ഓക്കെ, ആരോഗ്യ അവസ്ഥയുടെ അഞ്ചാമത്തെ വിമർശനാത്മകമായ വിലയിരുത്തലാണ് സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, വുമൻസ് ഹെൽത്ത് ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ആരോഗ്യ വ്യവസ്ഥയിലെ അഞ്ചാമത്തെ വിമർശനമായിട്ട് എടുത്തു പറയുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പോയിൻ്റാണ് സ്ത്രീകളിൽ രോഗാവസ്ഥയുടെ അളവ് കൂടുതലാണ്. മോർബിഡിറ്റി ലെവൽസ് ആർ ഹയർ ഇൻ ഫീമെയിൽസ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് സ്ത്രീകളിൽ രോഗം വരാനുള്ള സാധ്യത പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. കാരണം പുരുഷന്മാരെക്കാൾ പ്രതിരോധശേഷി സ്ത്രീകൾക്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ രോഗാവസ്ഥയുടെ അളവ് കൂടുതലാണ്. ഇതാണ് ഫസ്റ്റ് പോയിൻ്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ് സ്ത്രീകളിൽ പോഷകാഹാരക്കുറവ് കൂടുതലാണ്. മാൽ നൗറിഷ്മെൻറ്റ് ഈസ് ഹയർ ഇൻ ഫീമെയിൽസ്. അതായത്
പല സ്ത്രീകളിലും പോഷകാഹാരക്കുറവ് കാണുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ പോയിൻ്റ്, വിളർച്ച പോലുള്ള രോഗങ്ങൾ സ്ത്രീകളിൽ കാണുന്നു. ഓക്കെ, ഡിസീസസ് സച്ച് ആസ് അനേമിയ ആർ മോർ കോമൺ ഇൻ വുമൺ. പല സ്ത്രീകളിലും വിളർച്ച പോലുള്ള രോഗങ്ങൾ കാണുന്നു. ഇതാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന മൂന്നാമത്തെ പ്രശ്നമായി കാണുന്നത്. ഇനി നാലാമത്തെ പ്രശ്നമാണ് സ്ത്രീ ഭ്രൂണഹത്യ, ഫീമെയിൽ ഫെറ്റിസൈഡ്. എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശു ഒരു പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ ആ ഭ്രൂണത്തെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് എടുത്തു കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആരോഗ്യ അവസ്ഥയുടെ വിമർശനങ്ങളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇതോടുകൂടി ചാപ്റ്റർ 8 അവസാനിച്ചു. അപ്പോൾ ചാപ്റ്റർ 8 അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ഭാഗത്തോടു കൂടി അവസാനിക്കുകയാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 9 ചർച്ച ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഓക്കെ.